ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ടെണ്ണൽ നാളെയാണ്. ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും ഒപ്പം പോരുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDFിലും സജീവമാണ്. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയമുറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ UDFനുമുണ്ട്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPMഉം പ്രതിരോധത്തിലാകുമെന്നുള്ളതും പ്രധാനമാണ്. VV അരുൺ ഒപ്പം G ശ്രീജിത്ത്, CV അനുമോദ്, ഈ മൂന്ന് പേരോടെ നമ്മളൊപ്പം ചേരുക. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഈ ചേലക്കര വളരെ നിർണായകമാണ്. പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് വിധി വളരെ ആകാംക്ഷ ഭരിതമാണ്. ത്രികോണ മത്സരമായിരുന്നു എന്നത് ശരി തന്നെ. അപ്പോഴും ചേലക്കര LDF സർക്കാരിന് ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണ്. പ്രത്യേകിച്ചും ഒരു ശക്തമായിട്ടുള്ള മണ്ഡലം, വളരെ ആഴത്തിൽ സാന്നിധ്യമുള്ള മണ്ഡലമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരിടമാണ് ചേലക്കര. അപ്പോൾ ചേലക്കരയിൽ എന്താണ് കണക്ക് കൂട്ടുന്നത് LDFും ഒപ്പം UDFും? ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അത് നാളെ അറിയാം. നാളെ രാവിലെ ഏതാണ്ട് ഈ സമയത്തോടുകൂടി യഥാർത്ഥ ട്രെൻഡ് അറിയാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേലക്കരയിൽ UDFന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ. പാലക്കാട് ത്രികോണം പോരാട്ടമാണ്. വയനാട്ടിലെ ഭൂരിപക്ഷം, അതിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ വ്യക്തത വരേണ്ടത്. എന്നാണെങ്കിലും പാലക്കാട് വിജയം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം BJP നടത്തുന്നു. പക്ഷേ അതിനുമപ്പുറം പാലക്കാട് കൂടുതൽ അട്ടിമറികൾ ഉണ്ടാകുമെന്നുള്ളതാണ് LDFന്റെ പക്ഷം. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ നാളെ വരുമ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ പ്രതിനിധികൾ 3 മണ്ഡലങ്ങളിൽ നിന്നും തത്സമയം ചേരും. ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്ന വിധി അത് നാളെയാണ്. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം ഉണ്ട് LDFലും. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് LDFനെ സംബന്ധിച്ച് ചേലക്കരയിലേത്. ചേലക്കരയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായി എങ്കിൽ പോലും ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ എങ്ങനെയാണ് മുന്നണികൾ കരുതുന്നത്? അത് എത്രത്തോളം മേധാവിത്വം നൽകുന്നു എന്നാണ് LDFും UDFും കണക്ക് കൂട്ടുന്നത്? എൽദോ, ചേലക്കര CPMന് ഒരിക്കലും നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കാത്ത, നഷ്ടപ്പെടുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. കാരണം അത്രയധികം 96 ശേഷം ഇങ്ങോട്ട് CPMന്റെ വലിയ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. ഏത് വിപരീത സാഹചര്യങ്ങളിലും CPM ജയിച്ചു കയറുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സ്വാധീനമുള്ള മണ്ഡലം. 96 മുതൽ K രാധാകൃഷ്ണൻ 2016 മാത്രമാണ് അവിടെ 5 വർഷത്തേക്ക് UR പ്രദീപ് വരുന്നത്. വീണ്ടും ഇപ്പോൾ UR പ്രദീപ് മത്സരിക്കുമ്പോൾ ഒരുപക്ഷേ K രാധാകൃഷ്ണനേക്കാൾ അവിടെ ജനകീയത ഉണ്ട് എന്ന് CPM വിശ്വസിക്കുന്ന നേതാവ് കൂടിയാണ് UR പ്രദീപ്. ഇപ്പോൾ സർക്കാരിന് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന ആശങ്ക സർക്കാരിന് തന്നെയുണ്ട്. അപ്പോഴും അതിനെപ്പോലും മറികടക്കാൻ തക്ക കരുത്തനായ ജനകീയനായ സ്ഥാനാർത്ഥിയായാണ് CPM UR പ്രദീപിനെ കാണുന്നത്. മറ്റെല്ലാ വിപരീത ഘടകങ്ങളും മാറ്റി നിർത്തിയാൽ UR പ്രദീപിന്റെ ജനകീയത കൊണ്ട് മാത്രം വിജയിച്ചു വരാം. അതാണ് CPM ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അവരുടെ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അവർ ക്രോഡീകരിച്ച റിപ്പോർട്ട് പ്രകാരം 20,000 വരെ വോട്ടിന് ജയിക്കാം UR പ്രദീപ് എന്നാണ് അവരുടെ കണക്ക്. അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആ കണക്ക് കഴിഞ്ഞ ആഴ്ച അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പോലെ സമീപകാലത്ത് CPMന്റെ ബൂത്ത് തലത്തിൽ ശേഖരിക്കുന്ന കണക്കുകൾ അത്ര ആക്യുറേറ്റ് അല്ല, കൃത്യമല്ല. എങ്കിൽ പോലും 20,000-നടുത്ത് ഭൂരിപക്ഷം പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 7,500, 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിച്ചു വരുമെന്ന് തന്നെയാണ് CPMന്റെ പ്രതീക്ഷ. എല്ലാ കണക്കുകൾ കൂട്ടലും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു തോൽവി അവർ അവിടെ കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരം പോലും അതിജീവിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അവിടെ മറിച്ചാണ് കാര്യങ്ങൾ കാണുന്നത്. കോൺഗ്രസ് ഒരു തരത്തിലും ഇത്തവണ വിട്ടുകൊടുക്കില്ല, ചേലക്കര തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസം, ഉറച്ച വിശ്വാസത്തിലാണ്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം സാന്നിധ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവർ ആലത്തൂർ MP ആയിരുന്നു. ഭരണവിരുദ്ധ വികാരം അവിടെ ഏറ്റവും ശക്തമായ രീതിയിൽ ഉണ്ടാകും. ആ രീതിയിലുള്ള പ്രചരണമാണ് UDF നടത്തിയത്. UDF സമീപകാലത്തൊന്നും ചേലക്കരയിൽ ഇങ്ങനെ ഒരു പ്രചരണം, ഇത്ര ചിട്ടയായ പ്രചരണം കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ അതിശക്തമായ വിജയസാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് കണക്കൂട്ടുന്നു. ചുരുങ്ങിയത് ഒരു 5,000 വോട്ടിനെങ്കിലും, 2,500-നും 5,000 വോട്ടിനെങ്കിലും വിജയിച്ചു വരും രമ്യ ഹരിദാസ് എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം കരുതുന്നത്. BJPക്കും അവിടെ പ്രതീക്ഷകളുണ്ട്. കാരണം BJPയുടെ ജനകീയനായ പ്രാദേശിക നേതാവ് ബാലകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് BJP അവിടെ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷ തന്നെയാണ്. ചേലക്കര വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMന് തന്നെയാണ്. അവിടെ ഒരു പരാജയമുണ്ടായാൽ
സർക്കാരിന് CPM-ന് മുഖ്യമന്ത്രിക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകില്ലെന്ന പ്രതീക്ഷ CPM പങ്കുവയ്ക്കുമ്പോൾ ചേലക്കര ഇത്തവണ പിടിച്ചെടുത്തിരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് UDF കേന്ദ്രങ്ങൾ, കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുള്ളത്. എൽദോ. റൈറ്റ്, UDF കേന്ദ്രങ്ങൾ ചേലക്കര പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ചേലക്കരയിലെ വിധി. ഒരുപക്ഷെ മറ്റ് ഫലങ്ങളെക്കാൾ കൂടുതൽ LDF ഉറ്റുനോക്കുന്നത് ചേലക്കരയിലേക്കായിരിക്കും. കാരണം ആ സീറ്റ് വിട്ടു നൽകുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നാവില്ല. അത്രമാത്രം കരുത്തുറ്റ മണ്ഡലമാണ് LDFിനെ സംബന്ധിച്ച് ചേലക്കര.